എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചവർ: ട്രീസ ജോളി, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട്. ട്രീസ ജോളി, ജിലിമോൾ മാരിയറ്റ് തോമസ്, അന്നപൂർണി സുബ്രഹ്മണ്യം, വിജി പെൺകുട്ട് എന്നിവർക്കാണ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നൽകുന്ന വനിതാ രത്ന പുരസ്കാരങ്ങൾ ലഭിച്ചത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത്. മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ്. എസ്തർ എന്ന നോവലിന് സാറ ജോസഫിനാണ് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡ് ലഭിച്ചത്. 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ. 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ നിതിൻ സാഹ്നി. നിതിൻ സാഹ്നിയാണ് 2024 ബുക്കർ പ്രൈസ് ജഡ്ജിംഗ് പാനലിൽ ഉൾപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സംഗീതജ്ഞൻ. 2024 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത്. 2024 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീടം സ്വന്തമാക്കിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് 2024 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് കിരീടം നേടിയത്. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി. എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി സ്വര പാട്ടീൽ. സ്വര പാട്ടീലാണ് എവറസ്റ്റ് കൊടുമുടിയുടെ ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എന്ന റെക്കോർഡ് നേടിയ 9 വയസ്സുകാരി. 2024 മാർച്ചിൽ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയായാണ് ഉയർത്തിയത്? 2024 മാർച്ചിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം എത്രയായാണ് ഉയർത്തിയത്? 85 വയസ്സ്. മുമ്പ് 80 വയസ്സായിരുന്നു. 85 വയസ്സാണ് 2024 മാർച്ചിൽ ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പോസ്റ്റൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം ഉയർത്തിയത്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം കേരളം. കേരളമാണ് മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനം. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ക്വിക്ക് സെർവ്. ക്വിക്ക് സെർവ് പദ്ധതിയാണ് വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായുള്ള ആപ്പ് സംവിധാനം. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ടുള്ള ആപ്പ് സംവിധാനം ഹരിതമിത്രം ആപ്പ് അല്ലെങ്കിൽ ഹരിതമിത്രം സ്മാർട്ട് ഗാർബേജ് ആപ്പ്. ഹരിതമിത്രം ആപ്പാണ് ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ടുള്ള ആപ്പ് സംവിധാനം. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ്. 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ് ഷാനവാസ് പോങ്ങനാട്ട്. കൃതി നിലം തൊട്ട നക്ഷത്രങ്ങൾ. ഷാനവാസ് പോങ്ങനാടാണ് 2024 വിലാസിനി സ്മാരക നോവൽ പുരസ്കാര ജേതാവ്. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കനവ്. കനവ് പദ്ധതിയാണ് കേരള മോട്ടോർ വാഹന വകുപ്പ് അവതരിപ്പിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് BSFലെ ആദ്യ വനിതാ സ്നൈപ്പർ. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ സുമൻ കുമാരി. സുമൻ കുമാരിയാണ് BSFലെ ആദ്യത്തെ വനിതാ സ്നൈപ്പർ. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം. IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം റോബിൻ മിൻസ്.
റോബിൻ മിൻസ് ആണ് IPL ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കളിക്കുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ താരം. ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത് ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയായത് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പാണ് ആപ്പിളിൻ്റെ ഐഫോൺ നിർമ്മിക്കുന്ന ആദ്യ ഇന്ത്യൻ കമ്പനി. യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചത് കോഴിക്കോട്. കോഴിക്കോടിനെയാണ് യുനെസ്കോ ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരം സിറ്റി ഓഫ് ലിറ്ററേച്ചറായി പ്രഖ്യാപിച്ചത്. അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി നേർവഴി പദ്ധതിയാണ് അധ്യാപകരുടെ പങ്കാളിത്തത്തോടെ വിദ്യാലയങ്ങളെ ലഹരി വിമുക്തമാക്കുന്നതിനുള്ള എക്സൈസ് വകുപ്പിൻ്റെ പദ്ധതി. ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് ഔദ്യോഗിക വൃക്ഷം, ജീവി, പക്ഷി, ചെടി തുടങ്ങിയവ പ്രഖ്യാപിച്ച കേരളത്തിലെ ജില്ലാ പഞ്ചായത്ത്. 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി സുധാമൂർത്തിയാണ് 2024 മാർച്ച് 8 രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത പ്രശസ്ത എഴുത്തുകാരി. 5ാം പനി, റൂബെല്ല രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റൂബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് 5ാം പനി, റൂബെല്ല തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റൂബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത് ഇന്ത്യക്കാണ് 5ാം പനി, റൂബെല്ല തുടങ്ങിയ രോഗങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് മീസിൽസ് ആൻഡ് റൂബെല്ല പാർട്ട്ണർഷിപ്പ് ചാമ്പ്യൻ അവാർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത് ഹീരാലാൽ സമരിയാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ചുമതലയേറ്റത്. 71ാമത് മിസ് വേൾഡ് ജേതാവ് ക്രിസ്റ്റീന പിഷ്കോവ. ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ ക്രിസ്റ്റീന പിഷ്കോവയാണ് 71ാമത് മിസ് വേൾഡ് ജേതാവ്. ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം സെല തുരങ്കം. അരുണാചൽ പ്രദേശിലെ സെല തുരങ്കമാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള ഇരട്ടപ്പാത തുരങ്കം. സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ വനജ് ആണ് സംസ്ഥാനത്തെ പട്ടികവർഗ വികസന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന. 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ സർവീസസ് ആണ് 77ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ. കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വരുന്നത് കേരള സർക്കാർ ടൂറിസം വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത് ശംഖുമുഖം. തിരുവനന്തപുരത്തെ ശംഖുമുഖത്താണ് കേരള സർക്കാർ ടൂറിസം വകുപ്പിൻ്റെ കീഴിൽ സംസ്ഥാനത്തെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് സെൻറ്റർ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം മാനവീയം വീഥി. തിരുവനന്തപുരത്തെ മാനവീയം വീഥിയാണ് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം. ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ. 2021 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല 2021 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല എം ജി സർവകലാശാലയാണ് 2023 ഡിസംബറിൽ ആരംഭിച്ച ഇന്ത്യയുടെ ആദ്യ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം.
കേരളമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, സിയാൽ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ നിലവിൽ വന്നത്. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഏത് നിയമത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്? പോക്സോ നിയമം. 2024-25 അധ്യയന വർഷം മുതൽ കേരള സ്കൂൾ പാഠ്യപദ്ധതിയിൽ പോക്സോ നിയമത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണം ഉൾപ്പെടുത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. IPL താരലേലം നിയന്ത്രിച്ച ആദ്യ വനിത. IPLലെ ആദ്യ വനിതാ ഓഷണർ മല്ലിക സാഗർ. മല്ലിക സാഗറാണ് IPL താരലേലം നിയന്ത്രിച്ച ആദ്യ വനിതാ ഓഷണർ. സംസ്ഥാനത്ത് കാഴ്ചപരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പരിപാടി. സംസ്ഥാനത്ത് കാഴ്ചപരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി പദ്ധതിയാണ് സംസ്ഥാനത്ത് കാഴ്ചപരിമിതരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നടപ്പാക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതി. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ. 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേയാണ് 2024 മാർച്ചിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ആദ്യ 8-വരി എലിവേറ്റഡ് ഹൈവേ. ആദ്യ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ജേതാക്കൾ ഹരിയാനയാണ് ആദ്യ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് ജേതാക്കൾ. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുത്തത് ടൊവിനോ തോമസ്. അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ടൊവിനോ തോമസ് ആണ് പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് അജയ് മാണിക് റാവു ഖാൻവിൽക്കറാണ് ലോക്പാലിൻ്റെ അധ്യക്ഷനായി നിയമിതനായത്. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ. 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ അഗ്നി 5 മിസൈലാണ് 2024 മാർച്ചിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച മിസൈൽ. ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ AS രാജീവാണ് ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണർ. പൗരത്വ നിയമത്തിലെ വിവാദമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ. കേരള നിയമസഭയാണ് പൗരത്വ നിയമത്തിലെ വിവാദപരമായ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ നിയമസഭ. ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത്. തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം ബാർട്ടോസാറ്റ് ഉപഗ്രഹമാണ് തിരുവനന്തപുരം ബാർട്ടൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ വികസിപ്പിക്കുന്ന ഉപഗ്രഹം. ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത വൃന്ദാരതിയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ അമ്പയറായ ആദ്യ ഇന്ത്യൻ വനിത. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് ശലഭം പദ്ധതിയാണ് ജനിച്ച് 24 മണിക്കൂറിനുള്ളിൽ നവജാത ശിശുക്കളിൽ പരിശോധനകൾ നടത്തി വൈകല്യങ്ങൾ കണ്ടെത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള സംസ്ഥാന സർക്കാർ പദ്ധതി. അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസൺ കീഴടക്കിയ ആദ്യ മലയാളി ഷെയ്ഖ് ഹസൻ ഖാനാണ്
അന്റാർട്ടിക്കയിലെ മൗണ്ട് വിൻസെന്റ് കീഴടക്കിയ ആദ്യ മലയാളി. ഒരു വർഷം 100 ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈൻ. ഒരു വർഷം 100 ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈനായത് ഇൻഡിഗോ. ഇൻഡിഗോയാണ് ഒരു വർഷം 100 ദശലക്ഷം യാത്രക്കാരെ വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ എയർലൈൻ. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണാഫ്രിക്ക. ദക്ഷിണാഫ്രിക്കയാണ് 2025 G20 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി പ്രൊഫസർ ടി.എൻ. സതീശൻ. പ്രൊഫസർ ടി.എൻ. സതീശനാണ് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ആധുനിക ഇന്ത്യൻ ഭാഷാ വകുപ്പിൻ്റെ ചെയർമാനായി നിയമിതനായ മലയാളി. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ. അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ ഗാരി കാസ്പറോവ്. ഗാരി കാസ്പറോവാണ് അടുത്തിടെ റഷ്യ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ മുൻ ലോക ചെസ് ചാമ്പ്യൻ. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഓവർലോഡ്. ഓപ്പറേഷൻ ഓവർലോഡാണ് അമിതഭാരം കയറ്റുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനായി സംസ്ഥാന വ്യാപകമായി വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.